ISLൽ ഈ സീസൺ മുതൽ നടപ്പിലായ നിയമമാണ് റെഡ് കാർഡ് അപ്പീൽ നിയമം. അതായത് ഏതെങ്കിലും ഒരു താരത്തിന് റെഡ് കാർഡ് ലഭിക്കുകയാണെങ്കിൽ ആ ക്ലബിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സമീപിക്കാനും റെഡ് കാർഡ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അച്ചടക്ക കമ്മിറ്റിക്ക് പുനഃപരിശോധിക്കാനും കാർഡ് ലഭിച്ചത് ഗുരുതരമല്ലാത്ത ഫൗളിനാണ് എങ്കിൽ റെഡ് കാർഡ് മഞ്ഞക്കാർഡായി മാറ്റാനും സാധിക്കും. ഈ നിയമം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ താരം ഐബാൻ ഡോഹ്ലിങ്ങിന് റെഡ് കാർഡ് ലഭിച്ചിരുന്നു. ഡയറക്റ്റ് റെഡ് കാർഡാണ് താരത്തിന് ലഭിച്ചത്. അതിനാൽ താരത്തിന്റെ റെഡ് കാർഡിൽ റെഡ് കാർഡ് അപ്പീൽ എന്ന നിയമസഹായം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തേടിയേക്കും. അപ്പീലിൽ ഐബാൻ റെഡ് കാർഡ് അർഹിക്കുന്ന ഫൗളല്ല ചെയ്തത് എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക കമ്മിറ്റിക്ക് ബോധ്യമായാൽ താരത്തിന്റെ റെഡ് കാർഡിന് പകരം മഞ്ഞക്കാർഡായി അതിനെ മാറ്റും. അങ്ങനെ സംഭവിച്ചാൽ താരത്തിന് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള അടുത്ത മത്സരം കളിക്കാനാവും. നേരത്തെ പഞ്ചാബ് FCക്കെതിരെയും ഐബാന് റെഡ് കാർഡ് ലഭിച്ചിരുന്നു. തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് അപ്പീൽ നൽകിയതോടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പരിശോധന നടത്തുകയും താരത്തിന് റെഡ് കാർഡ് മഞ്ഞക്കാർഡാക്കി മാറ്റുകയും ചെയ്തു. അതേസമയം റെഡ് കാർഡ് ലഭിക്കാൻ പാകത്തിലുള്ള വീഴ്ചകൾ തന്നെയാണ് ഐബാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കണ്ണിൽ അത് എത്രമാത്രം പ്രശ്നമാണ് എന്ന കാര്യം കൂടി ഈ വിഷയത്തിൽ നിർണായകമാണ്.